ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1-2-1969 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം, 2-ാം പാദം. കന്നി ലഗ്നം. ലഗ്നത്തിൽ ഗുരു, കേതു. 2-ൽ കുജൻ, ഗുളികൻ. 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ സൂര്യൻ, ബുധൻ. 6 ശൂന്യം. 7-ൽ ശുക്രൻ, ശനി, രാഹു. 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ ചന്ദ്രൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ആദ്യമേ തന്നെ പറയട്ടെ, വിവാഹ സംബന്ധമായി വളരെയധികം മോശമായ സാഹചര്യത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ഗ്രഹനില കൂടിയാണിത്. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് ഉച്ചത്തിൽ ശുക്രൻ, ശനി, രാഹു. 7-ലെ ശനി, 7-ലെ രാഹു വളരെ മോശമാണ്, വളരെയധികം മോശമാണ്. നിർഭാഗ്യവശാൽ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശനിക്കും രാഹുവിനുമൊപ്പം 7-ൽ നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു. അങ്ങേയറ്റം മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ വിവാഹ ജീവിതം കടന്നു പോകേണ്ടി വരും എന്ന് സാരം. അങ്ങനെ തന്നെയാണ് പോയത്, അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിവേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് ഒഴിവാക്കാനായി പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. 69 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് നമുക്ക് ഊഹിക്കാം. ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വിവാഹമോചനം എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സാരം. ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഭർത്താവായിട്ടുള്ള ആൾ തന്നെയാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിവാഹ സ്ഥാനം എടുക്കുന്ന സമയത്ത് 7, അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ, വിവാഹകാരകനായ ശുക്രൻ, ഈ 3 കാരണങ്ങൾ വളരെ മോശമാണ്. അതായത് ഏറ്റവും മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഇവർക്കിടയിൽ ഉണ്ടാകും. അതിന് അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികളും കാരണമായേക്കാം. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ക്ഷിപ്രകോപിയായിട്ടുള്ള, ഈഗോയിസ്റ്റിക്കായി മാത്രം കാര്യങ്ങളെ കാണുന്ന, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഒരു രീതിയിലും ഒത്തുപോകാൻ അദ്ദേഹവുമായി ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും കഴിയില്ല എന്നത് സത്യവുമാണ്. കാര്യം, എത്ര തവണ ശ്വാസം എടുക്കണമെന്ന് പോലും അദ്ദേഹം തീരുമാനിക്കും. അതിനനുസരിച്ചല്ല എടുക്കുന്നത് എങ്കിൽ അദ്ദേഹം കോപിക്കും. കോപം ഏതറ്റം വരെയും പോകാം. അത് ഈഗോയായി വർക്കാവും. തർക്കങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, വേർപിരിയലുകൾ, പിണക്കങ്ങൾ എല്ലാം ഉണ്ടാകും. ഇത് തന്നെയാണ് ഇത്രയും കാലം, ഈ നീണ്ട കാലയളവിലും ഇദ്ദേഹം ജീവിച്ചത് ആ മനുഷ്യനൊപ്പം മേൽപ്പറഞ്ഞ കാരണങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് ഇത്. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റേതും. ഇത് ഇത്രയും കാലം, അതായത് നീണ്ട കാലയളവിൽ വിവാഹ ജീവിതം പിരിയാതെ പോയി എന്ന് പറയുന്നത് തന്നെ പല രീതിയിലും അത്ഭുതമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് വിവാഹകാരകനായ ഗ്രഹം ശുക്രൻ, ഒപ്പം ശനി, അവിടെ തന്നെ രാഹു. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ലഗ്നത്തിൽ, അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി, കേതു ഒപ്പം നിൽക്കുന്നു. ഗുളികൻ്റെ മാരകമായ ദൃഷ്ടിയും കൂടെ ആകുമ്പോൾ കാര്യങ്ങൾ വളരെ വികൃതമാകുമെന്ന് സാരം. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദശ എന്ന് പറയുന്നതും സൂര്യദശയാണ്. സൂര്യദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. മോശമാണ്.
പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിവാഹം മോചനം വരെയും, ഇദ്ദേഹത്തിന് അത് താല്പര്യമില്ല എങ്കിൽ കൂടെ വിവാഹം മോചനം വരെയും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അത് താല്പര്യമില്ല, പക്ഷേ ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഇവർക്ക് ചെറിയ, അതായത് കേട്ടുകഴിഞ്ഞാൽ ചിരിച്ചു തള്ളുന്ന നിസ്സാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറ് എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ആ ചെറിയ കാര്യങ്ങൾ പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുകയും അതാണിപ്പോൾ വിവാഹ മോചനം വരെയുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഇത്തരം ഗ്രഹനിലയിലേക്കുള്ള ആളുകൾ പ്രത്യേകിച്ചും കൃത്യമായ ജാതക പരിശോധനയും നാളുകൊണ്ടുള്ള ചേർച്ചയും കാര്യങ്ങളും പൊരുത്തങ്ങളും എല്ലാം നോക്കിയ ശേഷം മാത്രമേ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകാവൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ ഒരു സ്വസ്ഥതയോ ഒരു സമാധാനമോ ഒന്നുമില്ലാതെ ഇത്രയും നീണ്ട നാളുകൾ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ എന്ത് ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് ആദ്യം ചിന്തിക്കുക. കൃത്യമായ ഗ്രഹനില പരിശോധന നടത്തി ഇതിന് ചേരുന്ന ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഇത്തരക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെ വിവാഹം നടത്തുന്ന സമയം, നടത്തുന്ന ദശ, അതുപോലെ തന്നെ ദശയിൽ എന്ത് അപഹാരം നടക്കുന്നു, ഇതെല്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. മോശമായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ മോശമായിട്ടുള്ള അപഹാരമൊക്കെ നടക്കുന്ന സമയത്ത് വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അനുഭവങ്ങളാണ്. ഒരുപാട് പേര് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. അതെല്ലാം നോക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ദശകളിലോ വളരെ മോശമായിട്ടുള്ള ദശാപഹാരങ്ങളിലോ ഒക്കെയാണ് അത്തരം വിവാഹങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 1, 2, 3, 4, 5 അഞ്ചാം ഭാവാധിപൻ, 5-ൽ ശത്രുവായ സൂര്യൻ നിൽക്കുന്നു. അവിടെ ബുധൻ നിൽക്കുന്നു, ലഗ്നാധിപനായിട്ടുള്ള ബുധൻ. ശത്രു എന്ന് പറഞ്ഞത് ശനിയുടെ ശത്രു. ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നു 5-ൽ സന്താന സ്ഥാനത്ത്. 5-ൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് 7-ൽ രാഹുവുമായി ചേർന്നാണ്. നല്ലതല്ല. സന്താന സംബന്ധമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരാം. സന്താനങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിന് ഇണങ്ങാത്ത, മനസ്സ് വിഷമിക്കുന്ന, അസ്വസ്ഥതകൾ ഉളവാക്കുന്ന കാര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകേണ്ടി വന്നേക്കാം. അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സന്താനത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്തും പ്രശ്നങ്ങൾ തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴം വരികയും അതിനോടൊപ്പം കേതു നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തിക്ക് വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ്. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്തു പോയിരുന്നെങ്കിൽ ഇദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു 50% ഒഴിഞ്ഞു നിന്നേനെ എന്ന് തീർച്ചയായും പറയേണ്ടി വരും. ഇത് കയ്യും കെട്ടിയിരുന്ന എല്ലാ മോശാനുഭവങ്ങളെയും മേടിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഇതിലുണ്ട്. അതുപോലെ തന്നെ ചില പരിഹാരങ്ങളൊക്കെ ഇദ്ദേഹം കൃത്യമായി ചെയ്തു പോയിരുന്ന ഒരു സമയത്ത് പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നിരുന്നു. അത് നിർത്തിയ സമയത്ത് വീണ്ടും അത് കൂടുകയും ചെയ്തു. അത് ഇത്രയും വികൃതമായ രീതിയിൽ ഇതിലേക്ക് എത്തുകയും ചെയ്തു എന്നത് എടുത്തു പറയണം. പരിഹാരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പവർ അല്ലെങ്കിൽ ശക്തി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന പോലെ ചെയ്താൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് തന്നെ കൊണ്ടുപോകും എന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് പൂയമാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി ജന്മ നക്ഷത്രങ്ങൾ എല്ലാവരും തന്നെ ജനിക്കുന്നത് ശനിദശയിലാണ്. ജന്മശിഷ്ടം 979 വരെയായിരുന്നു ശനിദശ. അതിനുശേഷം ബുധദശ 96 വരെ. അതിനുശേഷം കേതുവായിരുന്നു. കേതു 7 കൊല്ലം 2003 വരെ. അതിനുശേഷം ശുക്രൻ 2023 വരെ. ശേഷമാണ് സൂര്യദശ വരുന്നത്. സൂര്യദശ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 5-ലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഈ ഒരു സമയം വളരെ കരുതി തന്നെ പോകണം എന്ന് കണക്ക് കൂട്ടണം. ശത്രുവായ ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ചും 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ സൂര്യനിൽ
രാഹുവിൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. 2025 സെപ്റ്റംബർ 14 വരെ ഒട്ടും നല്ലതല്ല. തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാകുന്ന, തൊടുന്നതെല്ലാം ബുദ്ധിമുട്ടുകളാകുന്ന ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 7-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായോ വിവാഹം കഴിച്ച ആളുമായോ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുക സഹജമാണ്. വളരെ ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതിനുശേഷം ചന്ദ്രദശയാണ് 2039 വരെ. ശേഷം ചൊവ്വ അതായത് കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു വിവാഹ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മനസ്സംഘർഷങ്ങൾ ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് ഇദ്ദേഹത്തിനൊരു ആശ്വാസം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് കൃത്യമായി ചെയ്യണം. അല്പം ടഫായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അത് കൃത്യമായി ചെയ്താൽ ഈ പ്രശ്നങ്ങളിലൊരു ആശ്വാസം കിട്ടും. എന്നാലും ഇദ്ദേഹം പിന്നീടായാലും വിവാഹവുമായി ബന്ധപ്പെട്ട്, അതായത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അങ്ങനെയാണ്. ലഗ്നത്തിലേക്കുള്ള, പ്രത്യേകിച്ചും ബുധലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി അവിടെ കേതു നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടി, വ്യാഴം അവിടെ ആയിപ്പോയി. വ്യാഴത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പാപഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. അതിന് നടുക്കാണ് വ്യാഴം നിൽക്കുന്നത്. കേതു, രാഹു, ഗുളികൻ, ഇതൊന്നും നല്ലതല്ല. അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. രാഹുവിനോടൊപ്പം നിൽക്കുന്ന ശനി ഒട്ടും നല്ലതല്ല. വ്യക്തി സംബന്ധമായിട്ട് ലഗ്നം വളരെ പ്രശ്നം തന്നെയാണ് ഈ ജാതകത്തിൽ, ഈ ഗ്രഹനിലയിൽ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.